ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിനെ കുറിച്ച് പല വീഡിയോകളും നേരത്തെ ഇട്ടിട്ടുണ്ട്, നോക്കിക്കോണേ. ടെമ്പിൾസ് ഓഫ് ഇന്ത്യ എന്ന പ്ലേലിസ്റ്റിൽ കാണുമേ. അമ്പലമില്ലാതെ ആൽത്തറയിലാണ് പരബ്രഹ്മമൂർത്തി വാഴുന്നത്. ഇത് ഓച്ചിറ കാളയാണ്, വളരെ പ്രശസ്തമാണ് ഓച്ചിറ കാള. നമ്മൾ ഈ പ്രസാദമായിട്ട് വീട്ടിൽ നിന്നൊക്കെ അരിയുണ്ടയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് ഒരുപാട് സൗഭാഗ്യങ്ങൾ തരുമെന്നാണ് പറയുന്നത്. അതുപോലെ ഇവിടുത്തെ വഴിപാടുകളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വഴിപാടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ഓച്ചിറ 12 വിളക്ക് മഹോത്സവത്തിനെ കുറിച്ചാണ്. അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ നടപ്പന്തലിൽ ഇരിക്കുന്നില്ലേ, അവരൊക്കെ 12 ദിവസം അവിടെ താമസിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കുടില് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ താമസിക്കുന്നതാണ്ട്. ഇതാണ് കുടിലുകൾ. ഇങ്ങനെയാണ് ഓലമേഞ്ഞ കുടിലുകളായിരുന്നു പണ്ടൊക്കെ, ഇപ്പോൾ ഷീറ്റ് മേഞ്ഞിട്ടാണ്. ഇതിനകത്തിൽ ഒരു റൂം വാടകയ്ക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല വാടകയുണ്ട്. 12 ദിവസം വന്നിട്ട് അമ്പലത്തിൽ താമസിക്കും. ആവശ്യമുള്ളവർക്ക് ഇവിടെ അന്നദാനമൊക്കെ ഉണ്ട്, അത് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് വെച്ചും കഴിക്കാം. അത് വഴിപാടായിട്ടാണ് ചെയ്യുന്നത്. ചിലർ ഭഗവാന്റെ പ്രീതിക്കായിട്ടും ചെയ്യാറുണ്ട്. ഈ 12 ദിവസം ഇങ്ങനെ ആ കുടിലിനകത്ത് ഇങ്ങനെ താമസിച്ച് ആ അമ്പലത്തിൽ ഇങ്ങനെ ഭജനം ഇരിക്കുമ്പോൾ നമുക്ക് ആഗ്രഹ സാഫല്യം വരുമെന്നാണ് പറയാറ്. മിക്കവരും ഈ സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇങ്ങനെ കുടിൽ കെട്ടി താമസിക്കുക. അത് വഴിപാടാണ്. അമ്പലത്തിൽ വിശദമായിട്ട് വിളിച്ചു, ഇങ്ങനെ വെബ്സൈറ്റൊക്കെ ഉണ്ടല്ലോ, ഫോൺ നമ്പരൊക്കെ വിളിച്ചു ചോദിക്കുക. അങ്ങനെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവർ തരുന്നതായിരിക്കും. ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യുന്നവരെ അറിയാം. ഒരു മിക്കവാറും ഭഗവാനെ പ്രീതിക്കായിട്ട് ഇങ്ങനെ 12 ദിവസം കുടിൽ കെട്ടി താമസിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ കളികളും അങ്ങനെ പല സംഭവങ്ങളും. വലിയ തിരക്കൊക്കെ ഉള്ളപ്പോഴാണ് മിക്കവാറും പോകാറ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ലൈവൊക്കെ ഇടാൻ നല്ല ഇതാണ്. അവിടുത്തെ എല്ലാം ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ. ഇവിടെ ഹൈദരാബാദിൽ ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ നല്ല തിരക്കാണ്. വൃശ്ചിക മാസം, കാർത്തിക മാസം എന്ന് പറയും, കാർത്തിക ദീപോത്സവം ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കാം പതുക്കെ പതുക്കെ. ഇതാണ് ഇവിടുത്തെ കാവ്. പിന്നെ ഇങ്ങനെ അമ്പലങ്ങളിലേക്ക് ഇങ്ങനെ അർച്ചനകളെ കുറിച്ചൊക്കെ ഇങ്ങനെ വിശദമായിട്ട് അതിൻ്റെ ഫലങ്ങളും അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പിന്നീട് വീഡിയോ ഇടുന്നതായിരിക്കും. ഈ ഓച്ചിറയിലെ കച്ചവടം എന്ന് പറയുന്നത് ഭയങ്കര കച്ചവടമായിരിക്കും. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര വിലക്കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ പോകുമ്പോഴെല്ലാം അവിടെ ഭയങ്കര കച്ചവടങ്ങൾ കാണും. നമ്മൾ മിക്കവാറും 28 ഓണത്തിനാണ് പോയിട്ടുള്ളത്. അപ്പോഴെല്ലാം നോക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര വിലക്കുറവായിരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതലും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരല്ലേ, അവർക്ക് 12 ദിവസം ഇങ്ങനെ എല്ലാവരുമായിട്ട് ഒത്തുകൂടാനൊക്കെ ഉള്ള ഒരു അവസരവും കൂടിയാണ് ഈ ഓച്ചിറയിലെ ഈ 12 വിളക്ക് മഹോത്സവം എന്ന് പറയുന്നത്. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് വളരെ സന്തോഷകരമായിട്ട് ഭക്തിയോടുകൂടി അങ്ങനെ 12 ദിവസം. മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഉത്സവത്തിനാണെങ്കിൽ അത് വലിയ ബഹളങ്ങളും അങ്ങനെയൊന്നുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഉത്സവങ്ങൾക്ക് ഭയങ്കര ബഹളവും അങ്ങനെയൊക്കെ അല്ലായിരുന്നു. ഇപ്പോഴങ്ങനെയൊന്നും വലുതായിട്ട് കാണുന്നില്ല. പിന്നെ ഇങ്ങനെ ശാന്തമായിട്ട് എപ്പോഴും ഉത്സവമായാൽ പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാതെയും വഴക്കുണ്ടാക്കാതെയൊക്കെ ശാന്തമായിട്ട് വേണം തീരുമാനിക്കാനും നടത്താനും. ഓച്ചിറ അമ്പലം എന്ന് പറയുമ്പോൾ പണക്കാരനും പാവപ്പെട്ടവനും എല്ലാം ഒരേപോലെയാണ്. എപ്പോഴും ചെന്നാലും ഒരുപാട് ആളാണെങ്കിലും നല്ല ശാന്തത ഉണ്ട്. അടുത്തുള്ള അയ്യപ്പസ്വാമി അമ്പലമാണ് ഇത്. ഓം നമഃ ശിവായ.